കഴിഞ്ഞ രാത്രിയിൽ 90 പേരെ കൊല്ലുന്ന വിധത്തിലുള്ള ഒരു ആക്രമണം ഒരു ടെന്റിലേക്കുണ്ടായി. അത് ദവേഫയെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ളതായിരുന്നു. പക്ഷേ അദ്ദേഹത്തിനെ ഒന്നും ചെയ്യാൻ ഇസ്രായേലിന് കഴിഞ്ഞില്ല. അദ്ദേഹം രക്ഷപ്പെട്ടു എന്ന് ഇസ്രായേൽ തന്നെ സ്ഥിരീകരിക്കുന്ന സാഹചര്യമുണ്ട്. അതായത് ഹമാസിനെ അവസാനിപ്പിക്കും, ഹമാസിന്റെ സൈനിക തലവന്മാരെ ഇല്ലാതാക്കുമെന്നൊക്കെ പറഞ്ഞ് ഇസ്രായേൽ തുടർച്ചയായി നടത്തുന്ന ആക്രമണങ്ങൾ എല്ലാം പൊളിയുകയാണ് എന്നുള്ള യാഥാർത്ഥ്യവും ഇപ്പോൾ പശ്ചിമേഷ്യയിൽ നമുക്ക് കാണാൻ സാധിക്കും. ഫൈറ്റർ ജെറ്റുകളും ഹെലികോപ്റ്ററുകളും ടാങ്കുകളും ഒക്കെ സംയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരേ സമയമുള്ള ശക്തമായ ആക്രമണമാണ് ഇസ്രായേൽ നടത്തുന്നത്. പക്ഷേ ആ ആക്രമണം നടത്തുമ്പോഴും കാര്യമായി ഒന്നും നേടാൻ ഇസ്രായേലിന് സാധിക്കുന്നില്ല. ഉദ്ദേശിച്ച ലക്ഷ്യങ്ങളൊക്കെ പാളിപ്പോവുകയാണ്. ഈ പറയുന്ന സൈനിക തലവനെ പിടികൂടാൻ പോലും തുടർച്ചയായ ആക്രമണങ്ങൾ നടത്തിയിട്ടും ഇസ്രായേലിന് കഴിയുന്നില്ല എന്നുള്ളത് ഇസ്രായേലിൻ്റെ കഴിവുകേട് അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ നീക്കങ്ങൾ എത്രത്തോളം തകർന്നു പോകുന്നു എന്നതിൻ്റെ തെളിവായിരിക്കുകയാണ്. അതിനിടയിൽ തുർക്കിയും ഇപ്പോൾ കളത്തിലിറങ്ങിയിട്ടുണ്ട്. തുർക്കിയുടെ ഒരു വലിയ ഭീഷണി ഇസ്രായേലിന് നേരെ ഇപ്പോൾ വന്നിട്ടുണ്ട്.